തിരുവോണത്തിന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതാട്ടാ. വന്നിട്ട് ചോറൊക്കെ കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് പുച്ചു തിരിഞ്ഞപ്പോൾ ഇതിൽ കൂടെ ഇനി കുമ്മാട്ടി വരുന്നുണ്ട്. പിന്നെ അവിടെ വായനശാല, അവിടെ ഓണക്കളിയൊക്കെ ഉണ്ട്. ഇത്ര എൻ്റെ ചെറുപ്പത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്, പിന്നെ ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ടുണ്ട്. അപ്പം ഞങ്ങളത് കാണാനായിട്ട് പോവാ. ഈ വീടിൻ്റെ മതിൽ വഴുതിനിയൊക്കെ ഞാൻ എടുക്കാം. അമ്മാമ്മ എവിടെ? സരിതര അമ്മ കൊട എടുക്കാൻ പോയത്. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ മഴ തൂളുണ്ട്. കൊട്ട് കേൾക്കണം. കുമ്മാട്ടി എത്താറായിരുന്നുകൊണ്ട് ഞങ്ങളിത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതൊന്നും അല്ലട്ടാ, വെറുതെ വന്നപ്പോൾ ഒരു രസം. കിഴക്കും പാട്ടുകാരുടെ ടീമിൻ്റെ കുമ്മാട്ടീൻ്റെ അവിടെ പോകുമ്പോൾ അതൊക്കെ ഭയങ്കര കുമ്മാട്ടിയാ. അത് നാളെയില്ലേ നാളെയൊന്നുണ്ട്. സരിതാര അച്ഛനോടെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വായനശാല. അവിടെയാണ് ഓണക്കളി കഴിഞ്ഞ വായനശാലരെ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം ഞാൻ തന്നെ തമർത്താൻ പറയും. ഇവരവിടെ വന്നിട്ട് ഞാൻ തന്നെ തമർത്താൻ പറയാം. ഇവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഫോണിൽ നോക്കിയിരിക്കുന്നു. ക്യാമറ ഓൺ ആക്കിയപ്പോ ചേട്ടന്റെ വായ തുറന്നു. ഞങ്ങൾ നിശബ്ദരായി. ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. കുമ്മാട്ടി അവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോ കുറെ ടൈമാവും. അതിന്റെ അപ്പുറത്ത് തന്നെയാണ് ഓണക്കളി. ഓണക്കളി കഴിഞ്ഞോ തുടങ്ങിയോ ഒന്നും അറിയില്ല. തൃശ്ശൂര് പൂരപ്പറമ്പില് കുറെ പരിപാടികൾ നടക്കുന്നുണ്ടാവും അല്ലേ? മഴ പെയ്തു. അപ്പം നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ച് അതിൽ കൂടെ കുമ്മാട്ടിയും പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു അഘോരി സ്വാമികളുടെ ഒക്കെ ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ടോ? തീ കൊണ്ടുള്ള കുറെ അഭ്യാസങ്ങളൊക്കെയാ. ചിലപ്പോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ സ്ട്രൈക്ക് വരും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ അപകടകരമായ പോലെ തീ കൊണ്ടുള്ള കളികളാണ്. കാണിക്കാൻ പറ്റില്ല, എടുത്തുണ്ട് പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അല്ല, ഓരോ വർഷവും പുതിയ എന്തൊക്കെ പരിപാടികളല്ല ഉൾപ്പെടുത്തുന്നത്. കുമ്മാട്ടിക്കല്ല, പണ്ട് അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുമ്മാട്ടി ഇല്ല, വേറെ സാധനങ്ങളായി. കുമ്മാട്ടി ഉണ്ട്, പക്ഷെ കൂടുതലും ആളുകൾക്ക് അട്രാക്ഷൻ കിട്ടുന്ന വേറെ സാധനങ്ങളൊക്കെയാ. അപ്പൊ അത് കഴിഞ്ഞ് ഇതിൽ കൂടി പോയിണ്ടാവും ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയല് കഴിഞ്ഞിട്ട് തുന്തുരു ചക്കരയൊക്കെ പിന്നെ ഉച്ചയ്ക്കൽ തൂണ് കഴിഞ്ഞിട്ട് ഉണ്ണിയും ചക്കരയുടെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. ജഗ്ഗു വന്നിട്ടില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞങ്ങൾ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പരിപാടി കൊണ്ട് നേരെ തൃശ്ശൂർക്ക് പോവാം, പൂരപ്പറമ്പിലൊക്കെ ഇടുന്ന് ഇറങ്ങാം,
അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാന്ന് വിചാരിച്ച. പക്ഷെ പിന്നെ മഴ തുടങ്ങി. നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പം എന്തായാലും ഇതൊരു നാളെ ഇടാനായിട്ടുള്ളൊരു വീഡിയോയ്ക്കുള്ളത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് കമൻസ്, നല്ല കമൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതിനൊന്നല്ല, കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വായിക്കാമെന്ന് വിചാരിച്ചു. ഷർമിള റജി, നിങ്ങൾ ഈ താമരശ്ശേരിയിൽ നിന്നുള്ള വീഡിയോ മതി, അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ആഹാ. അതായത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോകൾ എടുക്കാൻ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിരുന്നല്ലോ, അപ്പോൾ അതിന് പറഞ്ഞേക്കണതാണ്. ചിരിച്ചിരിക്കണ് പോണല്ലേ ഇപ്പൊ പുറത്തേക്ക്. ഈ മഴയത്ത് നമ്മൾ പോകുന്നത് എല്ലാ സ്ഥലത്തും ബ്ലോക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. നമ്മൾ വീട് പോയി കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കണം. നമ്മൾ 3-4 മണിക്കൂർ നേരം ബ്ലോക്കിൽ പെട്ടിട്ട് എന്തൊരു താങ്ങി ചെയ്യാൻ അവിടെ. സാധാരണ എനിക്ക് തോന്നുന്നത് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ചെറുതാവും, അല്ലെങ്കിൽ കുട്ടികൾ വലുതായി ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേറെ മഴയ്ക്കില്ലാത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ഇറങ്ങാൻ പറ്റും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കണ മോനുള്ള കാരണം കൊണ്ട് നമുക്ക് അവൻ്റെ സ്കൂൾ കളഞ്ഞിട്ട് ക്ലാസ് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വെക്കേഷൻ ടൈമിലാണ് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവനില്ലാണ്ട് അവനിവിടെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ ഞങ്ങൾ പോകേണ്ടി വരും. അതും ശരിയാവില്ല. ഇപ്പോൾ +1 ഒക്കെ ഇല്ലേ, വലിയ ക്ലാസ്സായില്ലേ, ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ലല്ലോ പരമാവധി. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണത്. വിനോദിനി KP, ഞാൻ പറഞ്ഞ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം പാട്ട് പാടിയില്ലല്ലോ സരിതേ, പാടുമെന്ന പ്രതീക്ഷയിൽ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും എന്ന് പറഞ്ഞ പാട്ട് കോപ്പിറൈറ്റ് അടിക്കൂ? പാടണ്ടേ? ഒരു വരി വേണി പാടിക്കുന്നു, കോപ്പിറൈറ്റിനെ കട്ട് ചെയ്യാം. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്താ വരികൾ വയലാറിൻ്റെ. ചെറിയാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കോപ്പിറൈറ്റ് വരുമെന്ന് അറിയില്ല, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പാട്ട് കട്ട് ചെയ്ത് കളയൂട്ടാ. അടുത്തത് സുനിത തോപ്പിൽ. അജു സരിത, ഒരു പാട്ട് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന പാട്ട് പാടും. അയ്യോ, രണ്ടുപേരും ഇടയ്ക്ക് ഞങ്ങൾ ഊണുമുറിയിലാണ് ഇരുന്നിട്ട് പാട്ട് പാടിട്ടാ. അല്ല പാട്ട് പാടില്ല, ഈ കമന്റ് വായിക്കുന്നത് മനസ്സിലായില്ലേ? കാണില്ല, മേശരെ കാണുന്നില്ല ഇല്ലേ? അയ്യോ ചേട്ടാ, എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ, എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ, പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി തിരി നീട്ടി,
എനിക്കറിയില്ല. ഞാൻ പാടും, ഞാൻ ഇവിടെയൊക്കെ നടന്ന് പാടും, പക്ഷെ ഇങ്ങനെ പാടാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ ഗുരുവായൂർ യേശുവിൻ്റെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുമ്പോ ദിനത്തതൊക്കെ കുടുംബല ഗണപതി നെയ് പാട്ട് അത് പാടട്ടെ ഞാൻ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. പറയും ചേട്ടൻ. അല്ല, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാന്ന് പറയുന്നത്. നമ്മള് ദരിദ്ര ചേച്ചിയുടെ അവിടെ പോയപ്പോ ചേട്ടൻ പറഞ്ഞു, ദരിദ്ര ചേച്ചിയോട് കുറെ ശബ്ദമാണ്, മധുരിയുടെ പോലത്തെ ശബ്ദമാണല്ലോ ആളുടെ, നല്ല പവർഫുൾ ആയിട്ടുള്ള ശബ്ദം. സ്വരങ്ങളും ഇതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പാടില്ല എന്നിട്ട് ആള് പാടിയില്ല. പാടാൻ പറ്റിയ ആൾക്ക് ആളെ കൊണ്ടൊക്കെ പറ്റും, ഈസി ആയിട്ട് പറ്റും. അടുത്തത് സുഷമ NP. ബാലരമ പൂമ്പാറ്റ. ഇതൊന്നും വായിക്കാത്ത കുട്ടികൾ ആരുമില്ല എൻ്റെ കുട്ടിക്കാലത്ത്. അമ്പിളിമാമൻ ബുക്കിലെ പടങ്ങൾ തന്നെ എന്ത് ഭംഗിയായിരുന്നു. ഒരിക്കൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അമ്പിളിമാമൻ ബുക്ക് വായിക്കാൻ തന്നത് സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികളെ ഗമയോടെ കാണിച്ചു. അതായത് എൻ്റെ വീട്ടിൽ വരുത്തുന്ന ബുക്കാണെന്നുള്ള പോലെ അത് അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒക്കെ. വൈകിട്ട് സ്കൂൾ വിടാൻ നേരം ബുക്ക് കാണാതെ പോയി. ഏതോ ഒരു കുട്ടി കട്ടെടുത്തതാണ്. കുറേ കരഞ്ഞു. അടുത്ത വീട്ടിലെ പിള്ളേർ ബുക്ക് ചോദിച്ചപ്പോൾ പേടിച്ചിട്ട് കള്ളം പറഞ്ഞു, ഞാനത് നിങ്ങളുടെ വീടിൻ്റെ ഇറയത്ത് കൊണ്ട് വെച്ചിരുന്നു എന്ന്. പക്ഷെ സ്കൂളിൽ വെച്ച് ഇത് പോയത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞ് ഇവർ അറിഞ്ഞിരുന്നു. അങ്ങനെ നുണ പറഞ്ഞത് കയ്യോടെ പിടിച്ചു. എത്രമാത്രം സങ്കടം തോന്നിയ സംഭവം ഇന്നും ഓർക്കുന്നു ഈ 60ാം വയസ്സിൽ. ശരിയാ, എനിക്കറിയാം. നമ്മളൊക്കെ സ്കൂളിലേക്ക് ആരും അറിയേണ്ട പുസ്തകത്തിൻ്റെ ഇടയിലൊക്കെ ഈ അമ്പിളിമാമനും ബാലരമയൊക്കെ വെച്ച് കൊണ്ടുപോകും. ഡിമാൻഡിലേക്ക് ഓരോരുത്തരൊക്കെ എടുത്തുകൊണ്ടിരും. അതൊക്കെ ഒരു കാലം. അപ്പം അത് നഷ്ടപ്പെട്ടു പോയാലുള്ള ബുദ്ധിമുട്ട് ഭയങ്കര തന്നെ. അടുത്തത് ലീഡർ സീറ്റ് ഔട്ട്. വാച്ചിങ് അജു ടോക്ക് ഈസ് ലൈക്ക് സീയിങ് സഞ്ജു സാംസൺ ബാറ്റിംഗ്. We don't know what to expect from Aju after a strong and motivating dialogue, like the batting of Sanju Samson, as we don't know what he will do with the next ball. സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് കാണുന്ന പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതാണ് ചേട്ടൻ്റെ ഇതിൽ എന്താ പറയുക, ചേട്ടൻ്റെ സംസാരം. എന്നിട്ടാണ് അടുത്തത് ചേട്ടൻ്റെ വായന്ന് വീഴാന്ന് അറിയില്ല എന്ന്. അതായത് നെക്സ്റ്റ് ബോളിൽ സഞ്ജു എങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചേട്ടൻ്റെ ചിരിച്ചിട്ട പറഞ്ഞേക്കണേ സഞ്ജു സാംസണോടാണ് വിളിച്ചേക്കണത്. രാധാമണി. അജു സരിത, എനിക്ക് നിങ്ങളുടെ വീടും പരിസരത്തുള്ള വീഡിയോകളാണ് ഇഷ്ടം. സരിത കുട്ടിയോട് ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞിരുന്നു, ഇതുവരെ പാടിയില്ല. ജാനകി അമ്മയുടെ മഞ്ഞണി പൂനിലാവ്, പേരാറ്റിൻ കടവിങ്കൽ, മഞ്ഞളരച്ച് വെച്ച് നീരാളി പാട്ട്. ദരിദ്ര ചേച്ചി സൂപ്പറായിട്ട് പാടുന്നത്. എനിക്ക് ഇത് അറിയില്ല. സരിത കുട്ടി പാടുന്നത് കേൾക്കാൻ അത്ര ഇഷ്ടമാണ്. പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. എള്ളെണ്ണ മണം വീശും എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വീരുന്നുകാരാ. ആ പാട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ദരിദ്ര ചേച്ചി പാടിയിട്ടുണ്ട്. എനിക്ക് ഇത്ര അറിയുള്ളൂ ചേച്ചിയെ. അടുത്തത് ഐറ. ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം മണ്ണിൽ വെറും കാലോടെ നടക്കാനാണ്. മണ്ണിൽ പല പല മിനറൽസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ടല്ലേ അജുവിന് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാതിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കുറച്ചു നേരം വെറും മണ്ണിൽ നടക്കുന്ന ജോലികൾ ചെയ്യണം. ഞങ്ങൾ തലശ്ശേരിക്കാരാണ്, കാനഡയിൽ ഇപ്പോൾ ജീവിക്കുന്നു. തലശ്ശേരി ബിരിയാണി റെസിപ്പി കണ്ണൂർ കിച്ചൺ ചാനലിൽ ഉണ്ട്. അതെ, നമുക്ക് നോക്കണം. അതായത് അത് കുറേ ശരി തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ഉള്ളിലിങ്ങനെ വളർത്തണോ അങ്ങനെയുള്ളവർക്കാണ് അസുഖങ്ങൾ പെട്ടെന്ന് വരാം. ജഗുൻ ചെറുപ്പത്തിൽ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വരില്ലേ, എപ്പോഴും.
അപ്പം ഞാനിങ്ങനെ ഇങ്ങടെ ഇറങ്ങരുത് ഇങ്ങടെ ഇറങ്ങി മഴച്ചാറിലുള്ളത് വെയിൽ കൊള്ളരുത് മണ്ണിലേക്ക് ഇറങ്ങരുത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉള്ളിലിരുത്തുമ്പോൾ ചേട്ടൻ ഒരു ദിവസം എന്നെ ചീത്ത പറഞ്ഞു. ഞങ്ങളൊക്കെ ഈ മണ്ണിലും വെള്ളത്തിലും മഴയത്തൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ വളർന്നത്. എന്നിട്ട് ഞങ്ങൾക്കൊരു അസുഖം വരാറില്ല. എന്നിട്ട് ജഗ്ഗുവിനെ നിങ്ങൾ നീ പോയിട്ട് കളിക്കടാ മണ്ണിൽ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിതായിരിക്കും പോട്ടാ. എന്നിട്ട് അവനൊരു കുഴപ്പം വന്നില്ല. അപ്പം എനിക്ക് അപ്പം ഞാൻ പിന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. അവൻ പോയി കളിച്ചോട്ടെ നിൽക്കും ഇങ്ങനെ. അനിത സോബി, പണിക്കാർക്ക് കൊടുത്ത കൂലി അജു പണിയെടുത്തുണ്ടാക്കിയതല്ലേ? സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും. അജു സ്മാർട്ട് വർക്ക് ചെയ്യട്ടെ, പക്ഷെ ഇപ്പോൾ കുറച്ച് വണ്ണം വയ്ക്കുന്നു, മുഖം ചീർത്തു വരുന്നു. 56-57 വയസ്സായല്ലോ. സരിതയുടെ കൂടെ ജിമ്മിൽ പോകൂ, ചോറുണ്ണൽ കുറയ്ക്കൂ, ഹെൽത്തി ഫുഡിൽ ശ്രദ്ധ കൊടുക്കൂ. അതായത് നമ്മൾ 2 ദിവസം ചേച്ചിമാരെ നിർത്തിയിട്ട് അവിടെ പുല്ല് ഇത് ക്ലീൻ ആക്കിയല്ലോ. അപ്പം അതാണ് പറയണത്, സ്മാർട്ട് വർക്കും ഉണ്ട് ഹാർഡ് വർക്കും ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേട്ടൻ അത് ക്ലീൻ ആക്കാം. പക്ഷെ ചേട്ടൻ ചെയ്ത് സ്മാർട്ട് വർക്കാണ്. അതായത് ചേട്ടൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് കൂലി കൊടുത്തിട്ട് പണിക്കാരെ വെച്ചിട്ട് അവിടെ ക്ലീൻ ആക്കി. അപ്പോൾ നമ്മൾ ഭയങ്കര കഠിനാധ്വാനം ചെയ്തുമില്ല, അവിടെ ക്ലീൻ ആവുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, അതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിമാർക്ക് വീട്ടിലേക്കുള്ള ഒരു വരുമാനം മാർഗം കിട്ടിയില്ലേ? പണിയില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പോൾ അത് അവരെ വീട്ടിലേക്ക് ചെന്നല്ലോ. ഒരു 7200 കഴിഞ്ഞാൽ 7200 അവരെ വീട്ടിൽ എത്തിയില്ലോ. അങ്ങനെ അപ്പൊ ചേട്ടൻ തിരിച്ചു തീർത്ത് വരുന്നുണ്ടെന്നാണ് പറയണത്. മുഖം തിരിച്ചു തീർത്തിട്ടുണ്ടെന്ന്. അത് കുറയ്ക്കണം. ജിഷ വിനോദ്, ഞങ്ങൾ പറയരുത്, ഇന്നിപ്പോൾ ഇരുന്ന് പറയാറ്. ഞങ്ങൾ റോഡ് പണി കഴിഞ്ഞിട്ടാണ് റോഡിൽ നടക്കാൻ അരമണിക്കൂർ. വൈകുന്നേരം രാത്രി രാവിലെയാണല്ലോ ഇപ്പം നടക്കണേ. അതിന് പകരം രാത്രി ആക്കാൻ നടത്താം. ഭക്ഷണം അത്താഴത്തിന് ശേഷം നമുക്ക് നടക്കാം. അത്താഴം ഉണ്ട് കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം എന്നാണ് ചൊല്ലി. പണ്ട് എനിക്ക് അറിയാം ചില വീടുകളിൽ, അതായത് എല്ലാ വീടുകളിലും ഇല്ല, ഈ ഇത്തിരി സാമ്പത്തികം ഇത്തിരി ഉയർന്നിട്ടുള്ള വീടുകളിൽ അവിടുത്തെ കാരണന്മാർ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് മിറ്റത്ത് ഉലാത്തും. പതുക്കെ സ്ലോവില് നടക്കണം ഭക്ഷണം കഴിഞ്ഞിട്ട്. അത് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ആരോഗ്യശീലമായിരുന്നു. പക്ഷെ സ്പീഡിൽ നടക്കണം പറയണേ. ഷുഗർ പെട്ടെന്ന് ബ്ലഡിലേക്ക് ഇതാവാതിരിക്കാൻ നല്ലതാണെന്ന്. ഇതിൽ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം മെയിൻ കാര്യമൊന്നുമല്ല. അക്ഷയ് കുമാറിന്റെ ഒരു ഭക്ഷണശീലമുണ്ട്. ഇന്നാണെന്ന് പറയുന്നില്ല, ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ആളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം ആൾ കഴിക്കില്ല. വൈകുന്നേരത്തെ ഭക്ഷണം വൈകുന്നേരം 6 മണിക്ക് മുന്നേ കഴിച്ചിരിക്കും. പിന്നെ അതിനുശേഷം ഭക്ഷണമല്ലേ. നമ്മൾ അതിനുശേഷം രാത്രി 9-10 മണിക്ക് ആകുമ്പോഴാണ് മറ്റേ ഈ കുഴിമന്തിയും മറ്റതൊക്കെ. അല്ല, മലയാളികൾ മൊത്തം ഒരുവിധ കുറെ പേര്, നമ്മളില്ല പൊതുവില്ല, കുറെ പേര് ഇപ്പൊ അങ്ങനത്തെ പൊതുവായിട്ട് പറഞ്ഞത് അങ്ങനെ പറയുന്നതിന്. അതായത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ സമയം 8 മണി 8:45 രാത്രി 8:45. ഇപ്പൊ ഞങ്ങൾ വരുമ്പോ അവിടെ ഒരു ഹോട്ടലിൽ പുതിയത് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അവിടെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ പേടിയാവും. അപ്പൊ എന്നിട്ട് വൈകുന്നേരം രാത്രിയിലാണ് ആളുകൾ ഹെവി ഫുഡ് ഇപ്പൊ കഴിക്കുന്നത്. ഭക്ഷണശീലങ്ങൾ മാറി. 11 മണി ഇപ്പോ 12 മണി 1 മണി വരെ തുറന്നിരിക്കണ്ടല്ലോ ഹോട്ടലുകൾ. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. രാവിലെ 11 മണിക്ക് ഹോട്ടലുകൾ തുറക്കണത് തന്നെ. കാരണം ആളുകൾ ഉണരണത് വൈകി, ഉറങ്ങണത് വൈകി, അങ്ങനെയൊക്കെ. ജിഷ വിനോദ്, ഇപ്പോഴും ഇതിനെപ്പറ്റി പറയണം എന്ന്. സരിത എത്ര നന്നായിട്ടാണ് ഓരോ കമൻറ്റും വായിക്കുന്നത്. ഒരിക്കൽ പ്രതികരണ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് വായിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഇത്ര നന്നായിട്ടാണോ കമൻറ്റ് ഇട്ടത് എന്ന് തോന്നി. ആ താളത്തിൽ വായിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. ലവ് യു ഓൾ. അതെ, എല്ലാവരും കമൻറ്റിൽ നമ്മുടെ ഭയങ്കരമായി പുരോഗമനം പ്രാപിച്ചു. നമ്മുടെ ലതാ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഭയങ്കര കോമഡിക്കളല്ലാന്ന് കോമഡിയന്മാരവരൊക്കെ എഴുത്തിലുള്ള ഭംഗി എന്ത് രസമായിട്ട് എഴുതണമെന്ന് അറിയൂ. എല്ലാവരും എഴുതി തുടങ്ങി. എല്ലാവരും സർഗവാസനകൾ ഉണർന്നു, നർമ്മവാസനകൾ ഉണർന്നു. എല്ലാവരുടെ ഉള്ളിലൊരു തമാശക്കാർ ഒളിഞ്ഞിരിക്കണ്ട, അവരൊക്കെ ഉണർന്നു കമന്റ് ഇടുമ്പോഴേ. നമ്മള് തന്നെ നമ്മുടെ വീഡിയോയില് ഇത്രക്ക് കോമഡി ഉണ്ടോ? ഇപ്പൊ ഇതില് പറഞ്ഞില്ലേ, ഞാൻ ഇത്ര നന്നായിട്ടാണോ കമന്റ് ഇട്ടതെന്ന് തോന്നുന്നു ഞാൻ വായിക്കുന്നത് കേട്ടപ്പോ. എന്ന പോലെ ഞങ്ങൾ ഇത്ര നന്നായിട്ടാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കണേ എന്നുള്ളത് കമൻസ് വായിക്കുമ്പോൾ തോന്നും. അടുത്തത് ടേസ്റ്റ് ഓഫ് കേരള. അജു, സരിത, ജഗ്ഗു, ശുഭദിനം. അജൂസ് വേൾഡിന് അത്തം ദിന ആശംസകൾ. ഇന്നത്തെ ശർക്കര വരട്ടിയും ചിപ്സും സൂപ്പർ. സരിത ഏത്തയ്ക്ക തൊലി പൊളിക്കുമ്പോൾ 4 സൈഡിലും കത്തി കൊണ്ട് വരയണം. തിള്ളി ഇതളുകൾ പോലെ ഇതളുകൾ പോലെ പൊളിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. ഇതിനു മുൻപേ കമന്റ് ഇട്ടപ്പോൾ അജു ചേട്ടാ എന്നാണ് എഴുതിയിരുന്നത്.
ഇപ്പോഴാണ് അറിഞ്ഞത് അജുവിൻ്റെ ബർത്ത് ഇയർ ഞാനും 1969 ഞങ്ങൾ സെയിം ഇയറിലുള്ളവരാണ്. അതുകൊണ്ടാണ് അജു കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതേ ഫീലിംഗ് വരുന്നത്. ഫസ്റ്റ് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് കാര്യം പറയാം. അജു കൃഷി ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും തുടങ്ങിയത്. ഇത്തവണത്തെ ഓണത്തിന് കുമ്പളങ്ങ, ചേന, വെണ്ട, വഴുതന, മുളക്, ടൊമാറ്റോ ഇതൊക്കെ പിടിച്ചു. കൂർക്കയും പടവലവും പീച്ചിങ്ങയും ഉള്ളിയും പയറും ഒക്കെ നട്ടിട്ടുണ്ട്. നിങ്ങളോടുള്ള സ്നേഹവും ചാനലിനോടുള്ള ഇഷ്ടവും കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അടുക്കളത്തോട്ടം ചെയ്യാൻ പ്രോത്സാഹനം ആയത്. അജൂസ് വേൾഡിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. എല്ലാ ദിവസവും നിങ്ങളുടെ വീഡിയോ കാണും. എന്തോ ഞാൻ അഡിക്റ്റ് ആയെന്നാണ് തോന്നുന്നത്. ഞാൻ നിർത്താതെ എൻ്റെ കമൻറ്റ് കാട് കയറി പോകുന്നു. എൻ്റെ കമൻറ്റ് മാത്രം വായിച്ചാൽ പോരല്ലോ, മറ്റുള്ളവരുടെയും വായിക്കണ്ടേ, അതുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ. ഇത് മംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ച് വായിച്ചു തുടങ്ങേ. നമ്മുടെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം, നമ്മൾ രസിച്ച് കൃഷി ചെയ്യുക. അത് വളരെ അധികമൊന്നും പ്രതീക്ഷിക്കരുത്. അല്ല, നമ്മൾ അത്ര ഈസി ആയിട്ട് പോലെയല്ല ചെയ്യണേ, നിസ്സാരായിട്ട് ആവള്ളേ. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് തോന്നായി ഇത് ഇത്ര ഉള്ളൂ അല്ലേ, അപ്പൊ നമുക്കും ചെയ്യാലോ, ഈ കിട്ടണോ ഇങ്ങനെ ഇത്രയ്ക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് ഇപ്പൊ ആളുകൾക്ക് വേണമെങ്കിൽ ആർക്കും ചെയ്യാൻ തോന്നും. അതുപോലെയാണല്ലോ നമ്മൾ ചെയ്യണത്. അടുത്തത് രേണു വിശ്വനാഥൻ. സരിതയ്ക്ക് മുടി പോണിട്ടയിൽ കെട്ടുന്നത് നന്നായിരിക്കും, എന്നിട്ട് ചെറിയൊരു സിന്ദൂരപ്പൊട്ട്. മോഡേൺ ഡ്രസ്സിലായാലും നന്നായിരിക്കും. ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടോ, ഒരു ഹീലുള്ള ചെരുപ്പ്, 1 സൈഡ് ഷോൾ ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയൊരു സജഷൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഇടാം, അങ്ങനെ ചെയ്യാട്ടാ. അടുത്ത സുഹറ ACS. ഹായ് സരിത, അജുവേട്ട, ജഗുമോ, നമസ്കാരം. വീഡിയോ സൂപ്പർ. എന്തായാലും ഇന്നത്തെ അത്തം ദിനം നമ്മുടെ അജുവേട്ടൻ അറിയാതെ ഇട്ടതാണെങ്കിലും രണ്ടുപേരും ഡ്രസ്സ് അടിപൊളി. പിന്നെ സരിത കവിത അതിനേക്കാൾ സൂപ്പർ. ശർക്കര ഉപ്പേരിയും ചിപ്സും സൂപ്പർ. ഗുണപാഠം വളരെ നന്നായി. എന്ത് ഗുണപാഠം നീ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശർക്കരയുടെ പുകഞ്ഞു വരും. അതോ ആ പാത്രം മാത്രമായിട്ട് ഒരിക്കലും അടുപ്പത്ത് വെക്കരുത്, അതൊന്നാമത്തെ കാര്യം. ഞാൻ തീ കത്തിച്ചത് അറിഞ്ഞില്ലേ, ഓർമ്മയില്ലാതിരുന്നതുകൊണ്ട്. അടുത്ത് ഡാലിയ ദിവാകരൻ. സരിത, നമ്മൾ വീട്ടിൽ വറക്കുമ്പോൾ ഉപ്പേരി കുറച്ച് ചുവന്ന കളർ വരുമല്ലോ, അത് നല്ലതാണ്. വെറുതെ നമ്മൾ അജുവേട്ടനെ കുറ്റം പറയണ്ട. കടയിൽ നിന്ന് വാങ്ങുന്നതാണ് മഞ്ഞ. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഒരു ലുക്ക് തോന്നുന്നത്. ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെന്താ. പിന്നെ അത് മുഴുവൻ നിന്ന് കഴിഞ്ഞു. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു എന്ന് പറയും, 2-3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കഴിക്കാനൊരു മൂഡ് വന്നിട്ട് ഞാൻ തപ്പിത്തറിഞ്ഞപ്പോൾ ഇവിടെ പാത്രം അടക്കം കാണാനില്ല. അടുത്ത് വർഗീസ്. ഓണത്തിനുള്ള സദ്യവട്ടങ്ങൾ ഒരുങ്ങി തുടങ്ങിയല്ലേ? ഞാൻ ഇതുവരെ ഓണസദ്യ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി അവിടെ ഒരു കൂട്ടുകാരിയെ കിട്ടി. അവൾ ഹിന്ദുവാണ്. അവൾ എല്ലാ വർഷവും സദ്യ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുതരും. എന്തൊരു നല്ല കൂട്ടുകാരി. ചില വർഷം അവളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ കൂടും. പിന്നെ നാട്ടിൽ വന്നപ്പോൾ പള്ളിയിൽ ഒരു സൺഡേ ഉണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത്ര കറികൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടില്ല. 50 വയസ്സായി. പക്ഷേ ഈ വർഷം ഞാൻ സദ്യ ഉണ്ടാക്കും. ഇപ്പോഴേ ഒരു ബുക്കിൽ എഴുതി വെച്ചു എന്തൊക്കെ ചെയ്യണമെന്ന്. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സദ്യ എന്ന് പറയണം കേട്ടാ. ഇന്നല്ലായിരുന്നേ. അപ്പോൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിയോ, ഏതൊക്കെ ഉണ്ടാക്കി, എങ്ങനെ വന്നു, അതൊക്കെ പറയുന്നു. അടുത്തത് ശാന്തി വിജയൻ. നമസ്കാരം. നമസ്കാരം. അത് ഇഞ്ചിക്കറിയാണോ അതോ പുളിമുട്ടായിയോ? ഇഞ്ചി ഇത്തിരിയേ ഉള്ളൂ അല്ലേ? പുളിയും ശർക്കരയും ഒരുപാടുണ്ടെന്ന് തോന്നി. എറണാകുളം കോട്ടയമൊക്കെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ഇഞ്ചിപ്പുളി എന്നായിരിക്കും അജു പറയുന്ന ഇഞ്ചമ്പുളി അല്ലേ? ഞാൻ 1/2 കിലോ ഇഞ്ചിയാണ് കറിക്കായി എടുക്കുന്നത്. അജു കോഴിക്കൂട്ടിലാണോ പുലിക്കൂട്ടിലാണോ ചെന്ന് കയറിയത്? പുറത്തൊരു മാന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. ഭാഗ്യം, അത്രയല്ലേ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പിണക്കമുണ്ടാകാതെ സരിത സ്കോർ ചെയ്തു. കീപ് ഇറ്റ് അപ്പ്. ഞങ്ങൾ പേടിച്ചിട്ടായിരിക്കുമോ? വാളംപുളി അല്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. എന്തായാലും ഇഞ്ചിക്കറി, നാരങ്ങക്കറി, സദ്യ ഉണ്ട പ്രതീതി. സ്നേഹാശംസകളോടെ ശാന്തി ചേച്ചി പറയണേ. ശാന്തി ചേച്ചിയുടെ മക്കൾ പറയുന്നു, മോള് പറയുന്നു, അമ്മയ്ക്ക് ഒരു നേരം ചോറ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജ്യൂസ് വേൾഡ് കണ്ടാൽ മതി. അടുത്തത് നസീർ സയ്യിദ്. നസീർ വി സയ്യിദ്. ആശാത്തി എന്ന് വിളിച്ചത് സരിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആശാൻ ആശാത്തി, എന്താ തെറ്റ്? അതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരിതയാണ് കൂട്ടുകറിയുടെ ആശാത്തി എന്നാ, പുളിങ്കറിയുടെ ആശാത്തി അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഈ ആശാത്തി എന്ന് പറഞ്ഞതല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്.
കൂട്ടുകറിയുടെ ആശാത്തി എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതായത് അതില് ആശാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതില് സ്പെഷ്യലിസ്റ്റ് ആണ്, അതിൽ അത്രയും കഴിവുണ്ട്, സ്പെഷ്യലിസ്റ്റ് എന്നാണ് അർത്ഥം. അങ്ങനെ ആണ് നമ്മൾ തൃശ്ശൂർക്കാർ ഉപയോഗിക്കുന്ന അർത്ഥം. ഇത് ഞാൻ ഈ കൂട്ടുകറി എന്ന് പറയുന്ന സാധനം വല്ലപ്പോഴും ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കിയാലായി, അങ്ങനെ ഉണ്ടാക്കാറുള്ള സാധനം എന്നല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മീൻകറിയിലെ ആശാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല കോളറൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കുക അടുത്ത്. കാരണം ഞാനിപ്പോൾ മീൻകറി അങ്ങനെ വെച്ച് എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിൽ തന്നെ ഞാൻ വെക്കും എന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. അപ്പം അത് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ നിന്നാണ് ഈ സാധനം ഞാൻ വെക്കാറും കൂടിയില്ലേ, എന്നിട്ട് പറയാണ് സരിത കൂട്ടുകറിയിൽ ആശാത്തി എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി ആശാത്തി ഞാൻ ചോദിച്ചിട്ട് അല്ലാണ്ട് ആശാത്തി നിന്നും മോശം വാക്കായിട്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാണ്ടല്ല. അടുത്തത് ഉഷാരമേശൻ. അപ്പോൾ പുളി പിഴിയുമ്പോൾ ഭാര്യയും കൂടി ഉണ്ടാവണം അല്ലേ അജു? പുളി അത്ര എടുത്ത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു സംശയം. ഇല്ലില്ല, ഇഞ്ചമ്പുളി നല്ല ടേസ്റ്റ് ആയിരുന്നത്. പുളി പിഴിയാൻ അതന്നെയല്ല, എന്നിട്ടാണ് ഭാര്യയും കൂടി ഉണ്ടാവണമെന്ന് പറഞ്ഞു തന്നിട്ടെന്നറിയോ? പുളി പിഴിഞ്ഞ് വെക്കായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ ചേട്ടൻ ആ സമയത്തല്ലേ പിഴിഞ്ഞത്, എന്നെ കൊണ്ട് മറ്റേ അരിപ്പ പിടിപ്പിച്ചില്ലേ? അപ്പൊ എല്ലാത്തിനും ഭാര്യ കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ? അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. ഇഞ്ചമ്പുളിയും പുളിയിഞ്ചിയും ഒരു താത്വിക അവലോകനം. അജുചേട്ടൻ പറഞ്ഞില്ലേ ചിലയിടങ്ങളിൽ ഇഞ്ചി കൂടുതൽ ചേർക്കും, ചിലയിടങ്ങളിൽ പുളി മുന്തി നിൽക്കും. അപ്പോൾ ഈ പേരുകളിലെ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇഞ്ചി കൂടുതൽ ചേർക്കുന്നതിനെ ഇഞ്ചമ്പുളി എന്നും പുളി കൂടുതൽ ചേർക്കുന്നതിനെ പുളിയിഞ്ചി എന്നും വിളിക്കാവുന്നതാണ്. ഇതാണ് താത്വികമായ അവലോകനമാണ്. പറഞ്ഞില്ലേ അവിടെ 1/2 കിലോ ഇഞ്ചി ചേർക്കുന്നു, അവിടെ ചാലക്കുടിക്ക് അപ്പുറം അങ്ങോട്ടുള്ളവരൊക്കെ ഇഞ്ചി കൂടുതൽ ചേർക്കുന്നു. ചാർലിയെ കണ്ടപ്പോഴാണ് ചേട്ടൻ ഡാ ചാർലിയെ ഇങ്ങോട്ട് വാടാ ഇഞ്ചമ്പുളിയാടെ ഉണ്ടാക്കുന്നേണ്ടാ. മൊയലാളിയുടെ വിളികേട്ട് തിരിഞ്ഞ് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ചാർലിയും ഇതൊന്നും നോക്കാതെ നാരങ്ങ അരിഞ്ഞുകൊണ്ടിരുന്ന സരിതയുടെ കമന്റ്. അന്നേരം ചാർലിയുടെ തിരിഞ്ഞുള്ള നടത്തവും സംഗതി കറക്റ്റ് ആയിരുന്നു. ആർക്ക് വേണടോ തന്നെ ഇഞ്ചമ്പുളി? കറക്റ്റ്. ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത്. പക്ഷെ ബാക്കിലത്തെ ചാർലിയുടെ തിരിഞ്ഞു നോട്ടവും ആ നോട്ടത്തില് ഉള്ള പുച്ഛഭാവത്തില് ഈ കറക്റ്റ് ഡയലോഗ് അവിടെ ആപ്റ്റ് ആയിരുന്നു എന്നാണ് നെവിൻ ഫെർണാണ്ടസിന്റെ കണ്ടെത്തൽ. അങ്ങനെ പോയി. പണ്ട് അജു ചേട്ടന് നാക്കുളുക്കാതിരുന്നത് അന്നേരം സരിത വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് അജു ചേട്ടൻ പറഞ്ഞത് ഒരു നാക്കുളുക്കായി കണ്ടാൽ മതി സരിതേ, അല്ലേ അജു ചേട്ടാ? അത്രേ ഉള്ളൂ അല്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാനാണല്ലേ കാരണം. വന്നാലും ചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേരൊക്കെ അത് സീരിയസ് ആക്കി എടുത്തേക്കാം. എനിക്ക് വയ്യ. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ വെറുതെ പറയണതാ. എന്നാലും ഭയങ്കര ആളാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ. ഇങ്ങനെ അങ്ങനെയൊക്കെ പറയണത് ഒരിക്കലും ഉള്ളിൽ വെച്ചിട്ടല്ല, അത് വെറുതെ തമാശയ്ക്ക് അങ്ങനെ പറയണത്. അപ്പോൾ ചേട്ടൻ ടൈൽ തിരിച്ചെന്നിട്ടാ പറയാ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറയണത് കേട്ടാ. അല്ലാണ്ട് ഇതൊന്നും സീരിയസ് ആക്കി എടുക്കായിരിക്കുമോ? അതാ നമ്മൾ അപ്പളേ വിട്ട് കളയും. നമ്മൾ പറയണേലത്ത് എന്തിട്ടെങ്കിലും ഒരു പോയിന്റ് തോണ്ടിയെടുത്തിട്ടേ വരില്ല. ചേട്ടൻ എന്തെങ്കിലും ഉറക്കുമ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിരിക്കും തല പിടിച്ച് മുക്കാൻട്ടാ. ചേട്ടനെ ഉറങ്ങേണ്ട സമയമായി 9 മണിയായി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ വൈകുന്നേരത്തെ. എന്നിട്ടാണ് ഞങ്ങളിത് കഴിക്കാതിരിക്കണേന്ന് വായിക്കാതിരിക്കണേ. അടുത്തത് ശശി KP. അജു ഏട്ടാ നമസ്കാരം. ഓണത്തിന്റെ ഓർമ്മകൾക്കൊപ്പം അല്പം സംഗീത ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാം. 70കളിൽ ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയറുമായി വിവാഹ വീടുകളിൽ എത്തിയിരുന്ന ഓപ്പറേറ്റർ ഉണ്ണിയേട്ടൻ ഞങ്ങളുടെ ബാല്യകാല ഹീറോ ആയിരുന്നു. പ്ലെയറിൽ താളാത്മകമായി കറങ്ങുന്ന റെക്കോർഡും അതിൻ്റെ വരകളിലൂടെ മൃദുസഞ്ചാരം നടത്തി ഉയരെ തെങ്ങിൻ മുകളിൽ കെട്ടിയ കോളാമ്പി സ്പീക്കറിലൂടെ ഇഷ്ടഗാനങ്ങൾ പാടിത്തരുന്ന നീഡിൽ സ്റ്റാൻഡും നോക്കി ഉണ്ണിയേട്ടനരികിൽ കുട്ടികളായ ഞങ്ങൾ ഇരിക്കും. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. റെക്കോർഡുകളുടെ സ്ഥാനം കോമ്പാക്റ്റ് കാസറ്റുകൾ കൈയടക്കി. സംഗീത രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ കണ്ടുപിടുത്തമായിരുന്നു ഇത്. 1980-ൽ യേശുദാസിൻ്റെ ഉടമസ്ഥതയിൽ തരങ്കിണി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് സ്ഥാപിതമായതോടെ സിനിമാ ഗാനങ്ങളെക്കാൾ പോപ്പുലറായ ആൽബം ഗാനങ്ങൾ പിറവിയെടുത്തു. 45 വർഷത്തിനിപ്പുറവും തരങ്കിണിയുടെ ഓണപ്പാട്ടുകൾ കേൾക്കാത്ത ഓണരാവുകൾ മലയാളിക്കുണ്ടായിട്ടില്ല. സംഗീതത്തിൻ്റെ സർവ്വമേഖലയിലും വെന്നിക്കൊടി വാറിച്ചുകൊണ്ട് തരങ്കിണി മുന്നേറ്റം തുടർന്നു. 80കളുടെ പകുതിയോടെ മറ്റ് കാസറ്റ് കമ്പനികളും മാർക്കറ്റിലേക്ക് ഇറങ്ങി. രഞ്ജിനി കാസറ്റിൻ്റെ ആൽബം ഗാനങ്ങളിൽ MG ശ്രീകുമാർ, വേണുഗോപാൽ എന്നിവരായിരുന്നു ഗായകർ. VD രാജപ്പൻ്റെ ഹാസ്യകഥാപ്രസംഗങ്ങൾ, ചികയുന്ന സുന്ദരി, പ്രിയേ നിന്റെ കൊര
എന്നിവ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടി. EV വത്സൻ വടകരയുടെ മധുമഴ എന്ന ആൽബത്തിലെ എല്ലാ ഗാനങ്ങളും മനോഹരമായിരുന്നു. ഇത്രയും എഴുതാൻ കാരണം അജുവേട്ടൻ ഓണപ്പാട്ടുകൾക്ക് തരംഗിണി നൽകിയ സംഭാവനയെ വിസ്മരിച്ചതുകൊണ്ടാണ്. മധുരഗീതങ്ങളും പൊന്നോണ തരംഗിണിയും ഗാനാസ്വാദകർക്ക് മറക്കാനാവില്ല. ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്നോർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. അങ്ങനെയല്ല പാട്ട്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, അല്ല, കഴിഞ്ഞു പോയ കാലം കടലിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കാറ്റിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്നോർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. എൻ്റെ ട്യൂണ് കറക്റ്റെല്ലാം തോന്നുന്നുണ്ട്, കാരണം ഞാൻ ഈ പാട്ട് കേട്ടത് ഏതോ കുറേ കാലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാട്ടാ. അപ്പം ഞാൻ ആ ഒരു ഓർമ്മയിൽ പാടിയത് ട്യൂണ് കറക്റ്റ് ആവാൻ സാധ്യതയില്ല. ഒത്തിരി സ്നേഹത്തോടെ ശശീന്ദ്രൻ, കോഴിക്കോട്. ഒരു കാര്യം കൂടി, ആത്മാവിലൊരു ചിത വയലാറിൻ്റെ, കുഞ്ഞേടത്തി മുത്തച്ഛൻ ONV എന്നീ കവിതകൾ സരിത ചൊല്ലി കേൾപ്പിക്കാമോ? ഈ ഒരു നമ്മളെ അതിൻ്റെ ആ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഓണപ്പാട്ടുകളൊന്നും അധികം ഇല്ല അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആൾ ഇത്രയും വിശദമായിട്ട് ഓണപ്പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ തിരുവോണക്കൈ നീട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ആൽബം ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ, ആ പാട്ടൊക്കെ ഓർമ്മ വന്നത്. പിന്നെ ഈ ആത്മാവിലൊരു ചിത ഒരു വരി പോലും പാടാൻ പറ്റില്ല, കോപ്പിറൈറ്റാ. ഞാനതൊരു ഇതിൽ പാടിയിട്ടുണ്ട് അച്ഛൻ്റെ. അയ്യോ, അത് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൊടാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് രസം എന്നറിയാം, സരിത കവിത പാടി കഴിഞ്ഞാൽ ഇന്ന് കരയും. ഞാനൊരു വീഡിയോയിൽ അത് ഫുള്ള് പാടുന്നത് മൊത്തറിയാം. അത് വീട്ടിലൊക്കെ വെക്കണ കവിതകളായിരുന്നു. അച്ഛന് ആത്മാവിലൊരു ചിത, സർഗസംഗീതം, പിന്നെ ഏതാണ് രാവണ സീതയാ, അങ്ങനെയൊക്കെ ഇല്ലേ കുറച്ച് വയലാറിൻ്റെ കവിതകളില്ലേ, അതൊക്കെ കാസറ്റ് വെക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് പഠിച്ചിട്ട് അത് ഞാനൊരു ഇപ്പോഴൊന്നല്ല 2-3 കൊല്ലം മുന്നേ കൂടെ കുടിയിലിരുന്നിട്ട് അത് മുഴുവൻ പാടിയിട്ടുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് വന്നു. അപ്പം ഞങ്ങൾ ഇടയിന്ന് കുറേ വരികൾ കളഞ്ഞ് കുറച്ച് വരി ഇങ്ങനെ ഭയങ്കര കോപ്പിറൈറ്റ് ആയിരുന്നു അങ്ങനെ. പിന്നെ കുഞ്ഞേടത്തി മുത്തച്ഛൻ ഇതൊക്കെ പാടാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ONV. നോക്കാം. അടുത്തത് സ്മിത VN, സരിത പാട്ട് സൂപ്പർ, എന്നും ഒരു പാട്ട് വെച്ച് പാടാമോ പ്ലീസ്? ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യ കൊറോണ സമയം മുതൽ തുടങ്ങിയതാണ്. 3 പേർക്കും ഓണാശംസകൾ, എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ 3 പാട്ടങ്ങൾ പാടി. പിന്നെ അടുത്ത 2 വീഡിയോകളിൽ പാട്ട് പാടണ്ട, അതിന് 4-ാമത്തെ വീഡിയോയിൽ ഡോണാസ് വേൾഡ്. അജുവേട്ട, സരിത, ഗുഡ് മോർണിംഗ്. ഞാൻ കമന്റ് ഇട്ടിട്ട് കുറേ നാളുകളായി, പക്ഷെ വീഡിയോ രാവിലെ തന്നെ കാണുന്നുണ്ട്. ഇന്ന് എൻ്റെയും പിറന്നാളാണ്. ചിങ്ങമാസത്തിലെ പൂരാടമാണ് എൻ്റെയും നാൾ. നമ്മുടെ അച്ഛൻ്റെ നാള്. രാവിലെ ചെറിയ വിഷമത്തോടെ നിൽക്കുമ്പോഴാണ് വീഡിയോ കണ്ടത്. അച്ഛനും അമ്മയും ഇപ്പോൾ ഇല്ല. പിറന്നാൾ വരുമ്പോൾ അവരുടെ കുറവ് തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നതും അന്നത്തെ പിറന്നാൾ ആണ്. എൻ്റെ മനസ്സിൽ കുട്ടിത്തം വരും, പക്ഷെ അത് ഹസ്ബൻഡിനോ മക്കൾക്കോ മനസ്സിലാവില്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും പകരമാവില്ല. എന്തൊക്കെയോ പൊട്ടത്തിരകൾ. അത് ശരിയാ, അച്ഛനും അമ്മയ്ക്കും നമ്മളൊരിക്കലും വലുതാവണില്ലല്ലോ. നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വേറൊരു ആദ്യമുണ്ട്, അവരെ ഒരു കെയറിങ്ങുണ്ട് നമ്മളെ. അത് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇത് എന്നിട്ടാന്നുള്ളത് നമ്മളുടെ ഹസ്ബൻഡിനും മക്കൾക്കൊന്നും മനസ്സിലാവില്ല. കറക്റ്റാണ്. എനിക്ക് പിന്നെ ഓണം പിറന്നാളൊന്നും എൻ്റെ ചെറുപ്പത്തിൽ അറിയാറ് പോലും ഇല്ല. പിറന്നാൾ കഴിയുമ്പോഴോ അമ്മ അയ്യോ നിൻ്റെ പിറന്നാൾ കഴിഞ്ഞാൽ ചെല്ലടിയായിരുന്നേ അങ്ങനെ പറയാം. അപ്പോൾ പിറന്നാൾ ആഘോഷം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ ഓർത്ത് വെക്കണതും. ഇപ്പോൾ പിന്നെ ഫേസ്ബുക്കൊക്കെ ഓർമ്മിപ്പിക്കുമല്ലോ അല്ലേ ഓരോരുത്തരെ, വേറെ ആളുകളെയാണ് ഓർമ്മിപ്പിക്കുക നമ്മുടെ ബർത്ത്ഡേ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, എന്നിട്ട് അവർ നമ്മളെ വിഷ് ചെയ്യുമ്പോഴാണ് പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഓർക്കാറുണ്ടല്ലോ. നവനീത്, ഓണാഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലെ പോലെ തന്നെ, അല്ലെങ്കിലും നിങ്ങൾ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും എൻ്റെ അനുഭവവുമായി സാമ്യമുള്ളതാണ്. അവിടുത്തെ പോലെ ഞാനും ഒരു കൂട്ടുകുടുംബത്തിലാണ് കല്യാണം കഴിച്ചു വന്നത്. ഇവിടെ പക്ഷേ സഹോദരങ്ങൾ 3 പേരാണ്. 3 പേരുടെയും ഭാര്യമാരും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു 7 വർഷം.
ഇപ്പോൾ 3 പേരും വേറെ വേറെ വീട് വെച്ച് മാറി. ഇപ്പോഴും തിരുവോണം കുടുംബ വീട്ടിലാണ്. സരിതയെ പോലെ തന്നെ ഞാനാണ് അച്ഛൻ്റെ സഹായി. പ്രഥമൻ വെക്കാൻ ഇരുന്നാൽ എല്ലാം പെട്ടെന്ന് കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ ദേഷ്യമാണ്. ഞാൻ വന്നേ പിന്നെ ആ ഡ്യൂട്ടി എനിക്കാണ്. എനിക്ക് വലിയ സന്തോഷമാണ് അത് ചെയ്യാൻ. എല്ലാവരും ചേർന്നുള്ള ആഘോഷം സരിത പറഞ്ഞ പോലെ ഒരു അഹങ്കാരം തന്നെയാണ്. ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞ് അന്ന് തന്നെ പ്രഥമനും ഒക്കെയായി എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ഞാനും ചേച്ചിയും ചെല്ലാതെ അച്ഛൻ ഊണ് കഴിക്കില്ല. ഞങ്ങൾ എത്ര താമസിച്ചാലും അച്ഛൻ നോക്കിയിരിക്കും. 21 വർഷങ്ങളായി മാറ്റമില്ലാതെ നടന്ന കാര്യം. ഈ വർഷം മുതൽ എന്നെയും ചേച്ചിയെയും മക്കളെയും നോക്കിയിരിക്കാൻ എൻ്റെ അച്ഛനില്ല. 3 മാസം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു. ഒരിക്കലും ഇനി അങ്ങനെ ഒരു യാത്ര വീട്ടിലേക്കില്ല എന്നോർക്കാൻ വയ്യ. ഇനിയും എഴുതാൻ എൻ്റെ കണ്ണുകൾ എന്നെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും തുടരുന്ന ആഘോഷം ഇനിയും ഒരുപാട് നാൾ നിലനിൽക്കണേ എന്നാണ് പ്രാർത്ഥന. അജുവേട്ടനും സരിതയ്ക്കും ജഗ്ഗു മോനും എൻ്റെ ഓണാശംസകൾ. ജഗ്ഗു എൻ്റെ മോൻ്റെ പ്രായമാണ്. അജു ചേട്ടനും സരിതയും എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും സെയിം ഏജാണ്. അവരുടെ കല്യാണം നിങ്ങളുടെ കല്യാണം നടന്ന വർഷം തന്നെ. അങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അവരെ പോലെ തോന്നും. അപ്പോൾ കുറേ കാര്യങ്ങൾ സാമ്യമുണ്ട്. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. സാധാരണ കേൾക്കാറുള്ളത് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്നാണ്. പക്ഷെ ഇപ്പൊ കണ്ടത് കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് പോകുന്നതാണ്. സരിതയുടെ കാര്യം പരിഹരിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ണിന് കാഴ്ചക്കുറവ്. സാധാരണ ആളുകൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട വയ്ക്കും. ഇവിടെ പക്ഷെ കണ്ണട വയ്ക്കാൻ പറ്റില്ല. എല്ലാം കാണുകയും വേണം. അതായത് ആനപ്പുറത്ത് പോകണം, അങ്ങാടിയിൽ കൂടി പോകണം, ആരും കാണാനും പാടില്ല. 2 ലക്ഷം രൂപ മുടക്കി ലാസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം വേണമെങ്കിൽ. പക്ഷേ അത് എത്ര നാൾ നിലനിൽക്കുമെന്നൊന്നും അവർ ഗ്യാരണ്ടി തരില്ല. പനി വന്നാൽ എവിടെയെങ്കിലും തല മുട്ടുകയോ തട്ടുകയോ അപകടങ്ങൾ ഉണ്ടായാൽ കിട്ടിയ കാഴ്ച ഇല്ലാതാകാം. പിന്നെ കോണ്ടാക്ട് ലെൻസ് വെക്കാം. അതൊരു മെനക്കെട്ട പണിയാണ്. ദിവസവും ഉറങ്ങാൻ നേരം ഒരു ലായനിയിലിട്ട് വെക്കണം. അല്ലെങ്കിൽ 1 ടൈം യൂസ് ചെയ്യാനുള്ള പാക്കറ്റുകൾ കുറേ വാങ്ങി വെക്കണം. എല്ലാത്തിനും എളുപ്പം കണ്ണട വയ്ക്കുന്നതാണ്. വയസ്സാകുന്നതിനനുസരിച്ച് കാഴ്ച കുറയും, മുടി നരയ്ക്കും, പല്ല് കൊഴിയും, തൊലി ചുളിയും, അങ്ങനെ. ഇതുകൊണ്ടാണ് ഞാൻ നിസ്സംഗഭാവത്തിൽ നിന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രായത്തിനും ഇതിനെയൊക്കെ അംഗീകരിച്ചതിനില്ല പറ്റുള്ളൂ. നമ്മൾ ആ സംഗതി ഇതിൻ്റെ പക്ഷെ എല്ലാത്തിനും ഒരു ദൂഷ്യവശം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. ഇതിപ്പോൾ തോമസ് മംഗലം കറക്റ്റായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് ആ മത്തായി ഡോക്ടർ പറഞ്ഞതേ. അത് ആള് വിദഗ്ധനായ ഒരു ഡോക്ടറാണ്. അല്ലാണ്ട് നമ്മൾ ചെന്ന് അല്ല, ആള് വിദഗ്ധനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പഴയ ഡോക്ടറല്ലേ. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ ആൾക്ക് അറിയണമെന്നില്ല. അല്ല, ഞാനിപ്പോ ചെയ്യാൻ പോണില്ല. എനിക്ക് ആയുർവേദത്തിൽ ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അടുത്ത വായിക്കി ആയുർവേദമൊക്കെ കിടക്കട്ടെ. വിയന്ന ലാസിക് ലേസർ ചെയ്യണം എന്ന് പറയുന്ന ഡോക്ടർമാരുടെ ക്ലിനിക്കിന്റെ മുമ്പിൽ കൂടി പോലും പോകരുത്. പ്രായമാകുമ്പോൾ അങ്ങനത്തെ കമന്റ് മാത്രം നോക്കി എടുത്ത് വെച്ചേക്കല്ലേ. പല പ്രശ്നങ്ങളും ഉണ്ടാകും. ദീർഘകാലമായി ഒഫ്താൽമോളജിയിൽ ജോലി ചെയ്യുന്ന പരിചയം വെച്ച് പറയുന്നതാണ്. പിന്നെ ഡോക്ടർ കണ്ണാടി വെക്കണമെന്ന് നിർദ്ദേശിച്ചാൽ അത് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കണ്ണിന് അനാവശ്യ സ്ട്രെസ് ഉണ്ടാവുകയും വിവിധ പ്രശ്നങ്ങൾ കണ്ണിനെ ബാധിക്കുകയും ചെയ്യും. റീൽസ്, ഫേസ്ബുക്ക് ഡോക്ടർമാരെ പിന്തുടരാതിരിക്കുക. അതായത് എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, സരിതയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണിന് ചികിത്സിച്ച ഒരു വീഡിയോയില് 100 കണക്കിന് കമന്റ് വന്നിട്ടുണ്ട്. സരിത കണ്ണിന്റെ കാര്യമാണ്, നല്ല ഡോക്ടറെ കാണിക്കുന്നു. അതൊന്നും എടുത്തിട്ടില്ല. അല്ല, അത് ഞാൻ പറയും അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് പറയേണ്ടത്. ഇതിലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തരുന്ന ഇതാണ് എടുക്കേണ്ടത്. ഞാൻ വെറുതെ പറഞ്ഞത് ആളുകളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ അറിവുള്ളവർ പറയല്ലോ, അതിനുവേണ്ടി അല്ലാണ്ട് ചേട്ടന് എനിക്ക് കണ്ണില്ലേ അത് ചെയ്യണം കൊണ്ട് ഞാനിവിടെ ഒറ്റക്കാലം നിൽക്കണ്ട. ചേട്ടന് സ്വൈര്യം തരാണ്ടിരിക്കണ്ട. വല്ലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ മനസ്സിലുള്ള ആഗ്രഹമാണല്ലോ നമ്മൾ പറയുന്നത്. അത് ജസ്റ്റ് ഒരു വട്ടല്ലേ പറഞ്ഞു. അത് പറഞ്ഞ സ്വൈര്യക്കേട് ഒരു വട്ടം നല്ല പറഞ്ഞിട്ടുണ്ട്, 5-6 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞപ്പോഴത്തെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ആ വീഡിയോയില് ലൈവായിട്ട് കണ്ടില്ലേ? ആളോട് പിന്നെ അതല്ല, ഞാൻ സരിതോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റിസ്ക് സ്വയം തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാലേ കണ്ണിന് വരുന്ന ഭവിഷ്യത്തുകളൊക്കെ അവരവരെ ഏറ്റെടുക്കണം. നോക്ക്, ഞാൻ പറയട്ടെ, അന്ന് ഈ മറ്റേ റാണി മേനോൻസ് ഐ ക്ലിനിക്കിൽ പോയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന്റെ ടെസ്റ്റ് ചെയ്തതാണ്, ഇതിന്റെ കട്ടിയൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും, അതിനുള്ള കട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ അവര് പറഞ്ഞതാ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാശിക്കാരിയാണെങ്കിൽ അവ അപ്പന്നെ ചെയ്യില്ലേ? അവര് പറയില്ലോ. എനിക്ക് നമുക്കൊരു മത്തായ ഡോക്ടറും കൂടി ഒന്ന് കണ്ടു നോക്കാം, കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് പോയത് അന്ന്. തീരെ കാഴ്ചയില്ല, തീരെ ആൾക്കാരെ മനസ്സിലാവാണ്ടായി, ഭയങ്കരമായിട്ട് ആളുകളെ മനസ്സിലാവാണ്ടായി. ആളുകള് പരിചയമുള്ളവരാണെങ്കിൽ തന്നെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ ഒന്നും എനിക്ക് മനസ്സിലാവാണ്ടായപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അടുത്തത് മായം. മായ എന്നായിരിക്കും മായം. കാണാത്ത സ്ഥലത്ത് പോകൂ, കണ്ണൂർ പോയി പറശ്ശിനിയിൽ പോകൂ. കുറെ നാള് വിജയിക്കുന്നത് പറശ്ശിനി കടവിൽ പോകണമെന്ന്. നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അജു, മനസ്സിലാക്കൂ. അടുത്ത യുണൈറ്റഡ് ടയേഴ്സ്. സരിതയ്ക്ക് ഉയരമില്ലെങ്കിൽ വിവരമുണ്ട്. കണ്ണംകുളങ്ങര കേശവൻ ചേട്ടന്റെ മോളല്ലേ. അച്ഛന്റെ അറിവും ഐഡിയകളും മോൾക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. കേശവൻ എന്ന് തന്നെയല്ലേ പേര്, തെറ്റിയെങ്കിൽ ക്ഷമിക്കണം. അതന്നെ പേര്, അത് തന്നെയാണ് കേട്ടോ പേര്. എന്തിട്ടാണാവോ വിവരം ഉണ്ടെന്ന് പറയാൻ കാരണം? ഞാൻ എന്തിട്ട് പറഞ്ഞാവോ ഈ വീഡിയോയിൽ എന്തിട്ട് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. നിഷാക്കെ അജു, ഭാരതിൽ ചപ്പാത്തിയുടെ ഒപ്പം കൊടുക്കുന്ന അവിയലല്ലോ, അത് നവരത്ന കുറുമയല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ചേട്ടൻ എന്തിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ചപ്പാത്തിയുടെ ഒപ്പം ഇങ്ങനത്തെ ഒരു അവിൽ കൂട്ടാൻ്റെ പോലെ സാധനം അടുത്ത നവരത്ന കുറുമിയാണ്. അല്ല, അടുത്ത ഈ മേശമല്ലേ അതുമ്പോൾ വെറുതെ സപ്ലയർമാർ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചായ കൊണ്ടുവരുമ്പോൾ നോക്കില്ലേ, നമുക്ക് വരുന്നത് നോക്കില്ലേ, അല്ലെങ്കിൽ അതിൽ നടന്നു പോകുന്ന ആളുകൾ നോക്കില്ലേ. ഇതൊക്കെ സാധാരണ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിൽ കൂട്ടാൻ പോലുള്ള സാധനം അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ചേട്ടാ സത്യത്തില്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിൽ കൂട്ടാനൊക്കെ അവിയൽ നമ്മള് ലോപിച്ച് പറയുന്നത് തൃശ്ശൂർക്കാര് അവിയൽ എന്ന് പറയാം. അവിയല് അവിയൽ എന്ന് പറയാം. അവിയല് അവില് എന്ന് പറഞ്ഞാൽ മറ്റേ സാധന ഏത് നമ്മള് അവില് വിലെന്നൊന്നും പറയില്ല. ചേട്ടൻ പറയണ ചേട്ടൻ പൊതുവൽക്കരിക്കരുത്. ഞാൻ പൊതുവൽക്കരിക്കുന്നില്ല. ദില ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. എൻ്റെ ജില്ലയിൽ. ഞാൻ കാഞ്ഞങ്ങാടിനടുത്ത് മടിക്കൈയാണ്. അടുത്തത് മന ഫേസ് ഓഫ് തെക്കി. നിങ്ങൾ കട്ട വിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ആദ്യമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. 1-2 വർഷം കഴിയുമ്പോൾ നോക്കിക്കോ, മഴക്കാലത്ത് പൂപ്പൽ പിടിച്ച് തെന്നി തുടങ്ങും. ഇപ്പോൾ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ്. ഈ കമന്റ് സേവ് ചെയ്ത് വെച്ചോളൂ. ഈ കട്ടക്ക് സ്ലിപ്പാവൂ? പൂപ്പൽ പിടിച്ചാൽ നമ്മൾ മറ്റേ പ്രഷർ പമ്പ് എടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് അത് ക്ലീൻ ആക്കും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ കടപ്പ കെടുക്കണമൊക്കെ ഞങ്ങളിങ്ങനെ മറ്റേ മൂൺ വാക്കൊക്കെ പോലെയും ചില സമയത്ത് പോവുക കടപ്പമ്മ കൂടെ. ഈ കട്ട വേറെ ടൈപ്പ് അല്ലേ? റോഡിൽ ഇരിക്കുന്ന കട്ടയില്ല, മറ്റേതല്ലേ, ചെറുതായി റഫാണ്. 1 2 ആ റോഡ് എന്ന് പറയുന്നത് നല്ല വെയിലാ എപ്പോഴും. അപ്പം മഴ പെയ്യണോടുകൂടി വെള്ളം കെട്ടി നിൽക്കണില്ല, അതിൻ്റെ ഇടുക്കി കൂടെ ഒക്കെ ഇറങ്ങുമല്ലോ. മറ്റേ കോൺക്രീറ്റ് ചെയ്യണില്ല, വെറുതെ വെച്ച് പോകണല്ലോ. അതുകൊണ്ട് അത് വെള്ളം നിൽക്കില്ല, വെള്ളം നിൽക്കൂല. പെട്ടെന്ന് തന്നെ അത് വെയിലൊതുക്കുമ്പോഴേക്കും ഉണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പൂപ്പൽ വരില്ല. വന്നാൽ തന്നെ നമ്മളത് കളയും. ഇത്രയുള്ളൂ. സുജിത് സരോവരം. ഇതുവരെ പാടിയ സോങ്സിൽ സരിത ചേച്ചി പാടിയ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇന്ന് പാടിയ സോങ്ങാണ്. വളരെ നന്നായിരുന്നു. ആദ്യം പാടിയ സോങ് ചന്ദനവളയിട്ട് അത്. അടുത്തത് ഡാലിയ ദിവാകരൻ. ഗുഡ് മോർണിംഗ്. റോഡ് പണി അപ്ഡേറ്റ് അറിഞ്ഞതിൽ സന്തോഷം. ഇന്നലെ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. മാംഗോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പേരത്തെ വെച്ചുകൂടെ? അത്യാവശ്യം നല്ലതാണല്ലോ കിട്ടും പേരക്കയും. പിന്നെ ഇന്ന് സരിത വളരെ കാര്യമായി കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ ഇതിൽ ഉപ്പിടട്ടെ എന്ന്. എൻ്റെ അമ്മോ ചിരിച്ചൊരു വഴിയായി. അടുപ്പ് കത്തിച്ച വെപ്രാളം കാണാൻ രസമുണ്ട്. റോഡിൽ ചട്ടിയിൽ ചെടി വയ്ക്കാലോ? ഇന്നലെ കുറേ പേര് അങ്ങനെ കമൻ്റ് ഇട്ടല്ലോ, അതാണ് പിന്നെ ഇടാഞ്ഞത്. ഞാനും അതിനെ സപ്പോർട്ട്. അടുത്തത് ഹരിദാസൻ MG. സരിത കണ്ണിൻ്റെ അസുഖത്തെ പറ്റി പറയുമ്പോൾ അജുവിന് എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുന്നത്. സരിതയെ നല്ല ഒരു ഡോക്ടറിനെ കാണിക്കൂ അജു. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. GK. അജു ബ്രോ, നിങ്ങൾ 2 പേരും ഓരോ പാട്ട് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുക. റോഡ് സൂപ്പർ ആകുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമാണ്. അടുത്തത് സതിയസ്. എന്തായാലും അജുവിനെ സമ്മതിച്ചിരിക്കുന്നു. സരിതയ്ക്ക് വയ്യാതെ മഴയത്ത് കൊണ്ടുപോയി കഥ കേട്ടപ്പോഴാണ് ഈ റോഡിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലായത്. വെറുതെ അല്ലാട്ടോ അജുവിന് ഇത്ര സന്തോഷം. അജു, സരിത, മോൻ എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. ഇല എങ്ങനെ വെക്കണമെന്ന് എന്തുകൊണ്ട് ചാറ്റ് GPT ചോദിച്ചില്ല? പറയൂ മിസ്റ്റർ അജിത് കുമാർ. ചാറ്റ് GPയോട് ചോദിക്കാൻ ചാറ്റ് GPT ഇപ്പോൾ വന്നല്ലോ, അയാൾക്ക് പഴയ കാര്യങ്ങൾ അറിയില്ലായിരിക്കും ചിലത്. ഓ അങ്ങനെ ചേട്ടൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ പറയാം. ലതാമോഹൻ. ചുരുക്കത്തിൽ കുടുംബം കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഈ ആൾക്കാർ വഴി നടക്കുന്നിടത്ത് തന്നെ ഷെഡിമരം ഉണ്ടാക്കിയത് എന്തിനാ?
ഞങ്ങളെല്ലാവരും ഉള്ളിലിടുന്ന സാധനം ഉപയോഗിക്കുന്നവരാണ് എന്ന് നാട്ടുകാർ കാണട്ടെ എന്ന് കരുതിയാണോ? പാവം അജു. ബോധരഹിതയായ സരിതയെയും കുടയും ടോർച്ചും തുണിസഞ്ചിയും ഒക്കെയായി അർദ്ധരാത്രിയിൽ പോകുന്ന കാഴ്ച അജുവിന്റെ വാക്മയ ചിത്രത്തിൽ ഞങ്ങൾ കണ്ടു. സ്മരണ വേണം സ്മരണ വേണം സരിതയെ സ്മരണ. അല്ല ഇപ്പോഴൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്ക് അല്ലാതെ നേരിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ആ സമയല്ലേ ഞങ്ങളുടെ ജീവിതത്തിലത്തെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു. കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് വർഷങ്ങൾ. പിന്നാലെ 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 ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു കുറേ കാലം. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ. അടുത്തത് സരോജ് പട്ടാമ്പി. നാടകം മുടങ്ങിയത് ഓർത്ത് സങ്കടമായപ്പോഴേക്കും പെട്ടെന്ന് അജുവിൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ചിരിച്ചു വയ്യാതായി. ജോസഫ് വർക്കി. ചേട്ടൻ്റെ വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ കണ്ണ് നിറഞ്ഞു. വിഷമിക്കേണ്ട, എത്രയും വേഗം അത് കളിക്കാൻ ഒരു അവസരം ഉണ്ടാവും. പിന്നെ ഇത് ചെയ്ത ആളിനെ ദൈവം അജേട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവരും. എത്ര വിഷമാണ് അയാളുടെ മനസ്സ്. അജേട്ടൻ്റെ ഇഫേർട്ട് ദൈവം കാണാതിരിക്കില്ല. അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ അജേട്ടാ? വിഷമിക്കാതെ കണ്ടുപിടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെന്താ ചെയ്യില്ലേ, ഇയാൾക്ക് നമ്മളോട് പറയാനും നമ്മൾ നാടകം ചെയ്യുന്നത് എത്രയോ നാൾ മുമ്പ് അറിയുന്ന ആളായിരിക്കും. അപ്പൊ നമ്മള് ഈ നാടകമാണ് ചെയ്യുന്നത് എന്ന് അവിടെ എല്ലാവർക്കും അറിയാം. എന്താ പറയാ, അക്കാദമിയിൽ എല്ലാവർക്കും അറിയാം ഇത് ചെയ്യാൻ തുടങ്ങി, ചേട്ടൻ ഇത് എഴുതാൻ തുടങ്ങി, ഇതാണ് നാടകം. കാരണം എല്ലാ രംഗോത്സവത്തിനും ചേട്ടൻ്റെ നാടകമായിരിക്കും ഫസ്റ്റ് നാടകം ഉണ്ടാവുക. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരും വരാം. സൂപ്പർ നാടകമായിരിക്കും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് സാധനം എടുത്തിട്ടാണല്ലോ ചെയ്യുള്ളൂ, അല്ലാണ്ട് നിസ്സാര സാധനങ്ങളൊന്നും എടുക്കാറില്ല. അപ്പൊ നിങ്ങളേത് ഈ പ്രാവശ്യം ചെയ്യണേന്ന് എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെമ്മീനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസം നിറയും, ജനസാഗരമായിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ നമ്മൾ അന്നേ ആള് പറഞ്ഞാൽ മതി, അത് പറഞ്ഞില്ല. അപ്പൊ നമ്മളോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതിന്റെ റൈറ്റിൽ ആൾക്കാർക്കാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടാന്ന് ആൾക്ക് നേരെ വന്ന് പറഞ്ഞാൽ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ തന്നെ വേറെ ഏതെങ്കിലും കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത നാടകം വല്ലതെടുത്താൽ തക്കം പാർത്തിരും. അതന്നെ. പിന്നെ അത് മാത്രല്ല, നമുക്ക് അവര് കൊല്ലംകാര് നാടകം കളിക്കാൻ നിങ്ങൾക്ക് അനുമതി തന്നിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വേറെ ആളുകൾക്ക് ഉണ്ടാവും, അത് അവരെയും ഇയാളറിയിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് അത് ചോദിച്ചത്. നാടകം നമ്മൾ കളിച്ചതിന് ശേഷമായിരിക്കും അവരറിയിക്കുക. ഇതിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കം അയച്ചു കൊടുക്കുക. അപ്പൊ അവര് പറയുന്ന നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നെ നടക്കേണ്ടവര്. അല്ലാണ്ട് ഇപ്പൊ അവര് കളിക്കാനും മതി. ഇതിൽ കമന്റ് ഉണ്ടായിരുന്നു, അവര് കളിക്കാനും മതിയുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് കളിച്ചുകൂടെന്ന് പറയാം. നിങ്ങൾക്ക് വെറുതെ വീട്ടിൽ കളിച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കണം. ആളുകൾക്ക് അറിയില്ല ഭവിഷ്യത്ത് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടാ. നീലാഞ്ജലി. ഈ പായസത്തിൽ ഒരു ഞാലിപ്പൂവൻ പഴം, ഒരു 2 തുളസിയില, കുറച്ച് തെച്ചിപ്പൂവ് എന്നിവ ചേർത്താൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിന്റെ മണവും രുചിയും ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു മണം വേറെയാണല്ലോ. അത് ഇതായിരിക്കും, ഇതൊക്കെ ചേർക്കണോണ്ടാ. അടുത്തത് RDX. നിങ്ങളുടെ അടിപൊളി മഴയും നിങ്ങളുടെ അടിപൊളി പായസവും ഈ സൗദി അറേബ്യ ചൂടിലിരുന്ന് കാണുമ്പോൾ വല്ലാത്ത കൊതി തോന്നുന്നു കേട്ടോ. അവിടെ ഭയങ്കര ചൂടല്ലേ. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ കാണാൻ വൈകി, നാടകം നടക്കില്ല എന്നറിഞ്ഞതിൽ വിഷമം. ഇതിനൊക്കെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. അജുബ്രോയ്ക്ക് അറിയാം. ഈ പായസം അമ്മ വയ്ക്കുമായിരുന്നു. അടുത്തത് നീലാഞ്ജലി. സുഹൃത്തുക്കളെ, ഒരു പുതിയ തരം പരിപ്പ് കൂടി കണ്ടുപിടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അജു. അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പരിപ്പിന്റെ പേരും കൂടി പറഞ്ഞില്ലേ, അതാണ് പുതിയ തരം പരിപ്പ്. ഇന്നിപ്പോ ഒരു വാക്ക് പറഞ്ഞു എൻ്റെ അടുത്ത്, അതൊന്നും വീഡിയോയിൽ പറയാൻ പറ്റില്ല. അടുത്തത് വിജയലക്ഷ്മി. മക്കളൊക്കെ തിരക്കിലാണെങ്കിലും സാഹിത്യ അക്കാദമിയിലേക്ക് വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ മതിയെന്ന് കാരണത്താലും തീർച്ചയായിട്ടും നാടകം കാണാൻ പോകാമെന്ന് മക്കൾ സമ്മതിച്ചതാണ്. അതിലുപരി ഈ നാടകം കഴിഞ്ഞാൽ അജുവിനെയും സരിതയും ജഗ്ഗുമോനെയും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് കരുതിയതുമാണ്. ഭയങ്കര സങ്കടമായി പോയി. നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് അല്ലല്ലേ, ചെമ്മീൻ തന്നെ കളിക്കും നമ്മള്. അതിന്റെ എല്ലാ ഇതുകളും അറിഞ്ഞിട്ട് അതിന്റെ ഇനിയുള്ള ആർക്കാണ് ഇതിന്റെ കോപ്പി റൈറ്റ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് നമ്മൾ NOC വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് ഇനി കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമേച്ചറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവരും കളിച്ചോളം പറയും, പ്രശ്നം ഉണ്ടാവില്ല. നവീൻ വില്യം. ചെമ്മീൻ ഫിലിമിലെ ചിത്ര സംയോജനം നടത്തിയ KD ജോർജ്, ഫിലിം എഡിറ്റർ, കാരക്കാട്ട് ഹൗസ്, എൻ്റെ അങ്കിളാണ്. 1908 ജനിച്ച് 91 മരിച്ചു. 91 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് 2 പെൺമക്കളും 2 ആൺമക്കളും ഇപ്പോഴും ഉണ്ട്. ഒരു മകൻ മരിച്ചുപോയി. ആദ്യത്തെ മകൾക്ക് 80 വയസ്സുണ്ടാവും. നിങ്ങളോട് സംഗീത നാടക അക്കാദമിക്കാർ പറഞ്ഞില്ലേ നാടകം ചെയ്തോളാൻ, പിന്നെ എന്തിനു മടിക്കണം? ബെറ്റി വില്യം, എറണാകുളം.
അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതാണ് സംഭവം. അടുത്ത് രാജേഷ് കെയർ. നമ്മുടെ രാജേഷ, തൂലിക നാടക സമിതി തീർച്ചയായും പറയണം ആരാണ് നാടകത്തെ ഒറ്റിക്കൊടുത്തത് എന്ന്. ഞങ്ങളുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ്. നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ടിക്കറ്റ് വെക്കാതെ നാടകത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ മുന്നിൽ സൗജന്യമായിട്ടാണ് ഞങ്ങളിത് അവതരിപ്പിക്കാറ്. ചെമ്മീൻ അത്രയും മഹത്തായ ഒരു സൃഷ്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന ട്രിബ്യൂട്ടായിരുന്നു ഈ നാടകം. അതിനെതിരെ പ്രവർത്തിച്ചവരെ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാടകത്തെ ഇല്ലാതാക്കിയവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തൂലിക തയ്യാറാവണം. അവരാണല്ലോ, അതെ, കൊല്ലം തൂലിക ആണല്ലോ ഇവിടുന്ന്. അപ്പോൾ അത് ഞങ്ങൾ പറയില്ല, ഒരു അഭ്യുദയകാംക്ഷി എന്നാ പറഞ്ഞേക്കണേ, അത്ര അങ്ങനെ പറഞ്ഞത്. അടുത്ത ദിവ്യ അനിൽ. ആകെ വിഷമമായി കണ്ടു തുടങ്ങിയതാണ് വീഡിയോ. പക്ഷെ അജു ചേട്ടൻ്റെ പ്രാസം ഒപ്പിച്ചത് സംസാരം കേട്ടപ്പോൾ എല്ലാ വിഷമവും മാറി ചിരിച്ചു വയ്യാണ്ടായി. സരിതയുടെ ചിരി കണ്ടപ്പോൾ ശ്രീനിവാസൻ്റെ ചിരി ഓർമ്മ വന്നു. അമ്പലത്തിലെ പായസത്തിൻ്റെ ടേസ്റ്റ് വരാൻ ഏലക്കായ ജീരകം ഒന്നുമല്ല വേണ്ടത്. കുറച്ച് തുളസിയില ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. പാൽപ്പായസമായാലും. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ഒരു പ്രത്യേക രുചിയാണ്. അത് അമ്പലത്തിൽ മാത്രം. അത് അമ്പലത്തിൽ തന്നെ. നമ്മളെങ്ങനെ തുളസിയിലേക്ക് ഇട്ടാലും ഒന്നൊരു കാര്യമില്ല. പിന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല. അടുത്ത് സജിമോൾ. വീഡിയോ ഫുള്ള് കാണാൻ നിൽക്കാൻ വയ്യ. അജു ചേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ വെറുതെ ഒരു സങ്കടം. ഒരു കാര്യം പറയട്ടെ, അത്യാവശ്യത്തിനും കുറച്ചധികവും പിടിവാശികളും പൊട്ടത്തരങ്ങളും ചേട്ടനുണ്ട്. എന്നാൽ അതിനേക്കാൾ 100 ഇരട്ടി നല്ല കഴിവുകളും ചേട്ടനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരാൾ വിചാരിച്ചാലൊന്നും അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. സ്ട്രോങ് പില്ലർ ആയി സരിത കൂടെയുള്ളപ്പോൾ ഒട്ടും തന്നെ പിന്നോട്ട് പോകരുത്. ഇനിയും നല്ല നാടകങ്ങൾ എഴുതണം, അഭിനയിക്കണം, നല്ലത് മാത്രം വരട്ടെ. ഈ ആളുകൾക്ക് എന്തൊരു വിഷമാ. അപ്പോൾ പിന്നെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി ഇതിൽ കഷ്ടപ്പെട്ടവരുടെ കാര്യം പറയണ്ടല്ലോ. നമുക്ക് പുതിയ നാടകങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള പുതിയ നാടകങ്ങൾ എഴുതുന്നേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മഹത്തായ സൃഷ്ടികൾ എടുത്തിട്ട് ചെയ്യുന്നത്. അതിനാണ് ബുദ്ധിമുട്ട് കൂടുതൽ. പുതിയ നാടകങ്ങൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എഴുതാറുണ്ട് നമുക്ക്. പക്ഷേ ഇങ്ങനത്തെ ക്ലാസ് ഇതൊക്കെ കളിച്ചും ഇതിൻ്റെ സിനിമയും ഒക്കെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ സാധനമാണ്. അപ്പം അതിൻ്റെ അന്തസത്ത ചോർന്നു വരുത്. 3 മണിക്കൂർ സമയത്തെ സാധനത്തിന് എടുത്തിട്ട് 1 മണിക്കൂറിലേക്ക് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് അല്ല കേട്ടോ ചേട്ടൻ. ശരിക്കും ദൂരം നാളെ എനിക്ക് അതാലോചിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എത്ര ദിവസങ്ങളിലാണെന്നറിയും വൈകുന്നേരങ്ങളിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടേ. അതിൻ്റെ അതും ഒക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഇതിരുന്ന് വായിച്ച് ഇതിനൊരു മൂടൊക്കെ വരണം. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ഒരു സാധനം പകർത്തി എഴുതലല്ല. ഇത് വായിച്ച് ഇതിനെ ചുരുക്കി എടുക്കല്ലേ. പിന്നെ ഡയലോഗുകൾ കൊടുക്കണം. പിന്നെ ഇത് വേറൊരു പളനിയുടെ കണ്ണിലൂടെയാണ് ഈ കഥ പോണത്, ചേട്ടൻ എഴുതിയ നാടകം പോണത്. പളനി മരിച്ചതിന് ശേഷം പളനിയുടെ ആത്മാവ് കടലമ്മയുടെ കൊട്ടാരത്തിലെത്തി കടലമ്മയും പളനിയും കൂടിയുള്ള സംസാരമാണ്. അതിലൂടെയാണ് ഈ കഥ പോണത്. അങ്ങനത്തെ രീതിയിലാണ് ഇത് എഴുതിയത്. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ചേട്ടൻ. ഓരോ ദിവസം അതിന് വേണ്ടി കുറേ സമയം മാറ്റി വെച്ച് അങ്ങനെ എഴുതിയുണ്ടാക്കിയ സാധനമായിരുന്നു. ഈന ശ്രീധരൻ. സരിതക്കുട്ടിയുടെ ചിരി, എനിക്കും ചിരി വന്നു. നിലവിലില്ലാത്ത പരിപ്പ് പായസം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. തിരുവോണ പുലരിതൻ പാട്ട് പാടുമോ സരിതക്കുട്ടി? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി. ഓണക്കാലത്ത് റേഡിയോയിൽ കേൾക്കണ പാട്ടാണിത്. അതന്നെ മറന്നുപോയില്ലേ. അനിത സോബി. അടിയെ പിടിച്ചതല്ല, ചോറ് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുക. അതന്നെ, അടിയെ പിടിച്ചിട്ടില്ല, ഇങ്ങനെ പതിഞ്ഞ് കിടക്കണം, ഒട്ടിപ്പിടിച്ചിട്ട്. ഒരു പൊട്ട് പോലും കരിഞ്ഞിട്ടില്ല, പായസം കൂടി കരിഞ്ഞിട്ടായിരുന്നില്ല. അടുത്തത് ഷെൻസി പത്രോസ്. സാറ്റർഡേ ഞാൻ D-സ്റ്റാറിൽ വന്നിരുന്നു. ബെഡ് 2 വാങ്ങി. ധന്യയെ കണ്ടു, സംസാരിച്ച് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ സരിതയെ കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ച് ദിവയിൽ വന്നു കാണാം എന്ന് വിചാരിച്ചു. 4 മണിയായിട്ടും സരിത കടയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു പോന്നു. പെരുമ്പാവൂർ നിന്നാണ് ഞാൻ വന്നത്. ഇനി ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ധന്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ വിളിച്ച കാര്യം 4 മണിയാകുമ്പോൾ എത്തോന്ന് ചോദിച്ചിട്ടേ എത്തിയില്ല. അന്ന് വേറെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് നമുക്ക്. സുനിൽകുമാർ NV. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെയുള്ള പരിപ്പ് എവിടെയാണ് കിട്ടുക അജു ചേട്ടാ?
പറഞ്ഞു കൊടുക്ക്. അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ആമസോണിൽ കിട്ടുമോ? അതെ. കേസുണ്ട്. സച്ചോജി ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അണ്ടിപ്പരിപ്പായാലും കുഴപ്പമില്ല. മായ ജയേഷ്, അത് ചേട്ടന് നാടകം യൂട്യൂബിൽ ഇട്ടൂടെ, അപ്പൊ എല്ലാവർക്കും കാണാലോ. യൂട്യൂബിൽ വരുമ്പോൾ പരാതി കൊടുത്ത ആള് ചമ്മിപ്പോവും. അയ്യോ നമ്മളാണ് ഇടുക, യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അവര് കേസ് കൊടുക്കില്ലേ? തെളിവായില്ലേ നമ്മളത് അവതരിപ്പിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ. അവരെ കയ്യിൽ നിന്ന് NOC കിട്ടണം. ഇത് ആരെ കയ്യിലാണ് ഇതിന്റെ ഇതിരിക്കുന്നത്, കോപ്പിറൈറ്റ്? ജോബി തോമസ്, ചെമ്മീൻ ഇല്ലെങ്കിൽ കൊഴുവ, അത്രേ ഉള്ളൂ. തൃഷ പോയ നയൻതാര എന്ന് പറയില്ലേ, എന്ന പോലെ ചെമ്മീൻ പോയ കൊഴുവ. അടുത്തത് രാധാമണി, അയ്യോ ചെമ്മീൻ നാടകം പോയി അല്ലേ, കഷ്ടമായി പോയി. പണ്ട് കാലത്ത് മിക്സി ഒന്നും ഇല്ലല്ലോ. അന്നൊക്കെ കുറേ ആളുകളുള്ള വീട്ടിൽ നാളികേരം ഉരലിലിട്ട് ഇടിച്ചാണ് പാലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇടിപ്പായസം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണല്ലോ ഈ പായസം. ഒരു സ്പൂൺ നെയ്യും കൂടെ വെറുതെ പായസത്തിൽ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ. നമ്മുടെ ഈ വല്ലപ്പുഴ ഉള്ള രാജേട്ടുണ്ട്, നമ്മുടെ പട്ടാമ്പി നമ്മുടെ രാജേട്ടൻ, ആള് പറയാം. അപ്പോൾ അവിടെ പണ്ട് കാലത്ത് ഈ ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പോൾ അവർക്ക് പായസം വെച്ച് കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സദ്യകൾക്ക് അവരെ ഈ മറ്റേ അധികം വലിയ ആഡംബരമായിട്ട് സദ്യ നടത്താൻ കഴിയാത്ത ആളുകൾ അവർ ഈ ഇടിച്ച് പിടിച്ച പായസം ഉണ്ടാക്കാണ്. അപ്പോൾ എന്തും ചെയ്യണമെങ്കിൽ നാളികേരം കുറച്ച് ചെരുകിയിട്ട് ഇടിച്ച് ചതയ്ക്കും. എന്നിട്ട് അത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് പിഴിയും. ആ കൊറ്റനും അതിലിട്ടിട്ടാണ് പായസം ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇടിച്ച് പിഴിഞ്ഞ പായസം എന്നുള്ളത് വന്നേന്ന് പണ്ട്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. രാജേട്ടൻ്റെ ആൾ എനിക്ക് ഇടിച്ച് പിഴിഞ്ഞ പായസം പറഞ്ഞ ഇതിനെയാണെന്ന് പറയുക. അതായത് നാളികേരം പാലും കൊറ്റനും എല്ലാം കൂടിയിട്ടാണ് ചേർത്തിട്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അടുത്തത് ലോഹിതാക്ഷൻ കെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ വേറെ നാടകം ഉണ്ടാക്കൂ. എന്തിനാ മറ്റുള്ളവർ ചെയ്തു വെച്ചത് വീണ്ടും ചെയ്യുന്നത്? മറ്റുള്ള ആരും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലേ, നമ്മൾ മറ്റുള്ളവർ ചെയ്ത് വെച്ചിട്ടൊന്നും ചെയ്യണില്ലേ. നമ്മുടെ സ്വതന്ത്രാവിഷ്കാരാണ്, നമ്മുടെ ഇഷ്ടത്തിന്. അല്ല, അപ്പൊ ചെമ്മീൻ എന്ന് പറയുന്നത് തകഴി എഴുതിയതല്ലേ, അതിന് വരെ ചേട്ടൻ തന്നെ പറഞ്ഞ എഴുതി ഉണ്ടാക്കാൻ. എഴുതി ഉണ്ടാക്കണതിൽ ത്രില്ലില്ല. എഴുതി ഉണ്ടാക്കണതിൽ ത്രില്ലല്ല, അതിനുള്ള കഴിവില്ല. അല്ല, അതാണ് എളുപ്പം. പിന്നില്ലാണ്ട് നാടകം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് ചെയ്യുന്നേക്കാളും എളുപ്പം നമുക്കൊരു നാടകം തന്നെ എഴുതി ഉണ്ടാക്കാണ് എളുപ്പം. നാടകം എഴുതി ഉണ്ടാക്കാൻ ഗംഭീരമായ നാടകങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്, ഇംപ്രവൈസ് ചെയ്തിട്ട്. അതായത് പഠിക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും വെറുതെ ഒരു ത്രെഡ്, ഒരു വിഷയം കൊടുക്കും, നാടകം ചെയ്യാൻ പറയും. അതൊന്നുമില്ല, അരമണിക്കൂർ 1 മണിക്കൂറാണ് സമയം കൊടുക്കുക അവർക്കൊന്ന് പ്ലാൻ ചെയ്യാൻ. അടിപൊളി സാധനമായിട്ട് വരും. പിന്നെ അതിന് കുറച്ച് തിരുത്തലുകൾ ആവശ്യമുള്ളിടത്തൊക്കെ ഓരോന്നൊക്കെ മാറ്റങ്ങൾ വരും. നല്ല നാടകമായി കളിക്കാറുണ്ട്. അങ്ങനത്തെ എത്രയോ നാടകങ്ങൾ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ഇങ്ങനത്തെ ക്ലാസ് സാധനങ്ങൾ എടുക്കണം. അടുത്ത് സബിത, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു നാടകം കാണാൻ വരണം, നിങ്ങളെ കാണണം എന്നെല്ലാം. പക്ഷേ ഇത് കേട്ടപ്പോൾ നല്ല വിഷമമായി. അങ്ങനെ ഒരു നാടകമല്ലേ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ അത്? മറ്റേ മൊബൈൽ ഫോൺ കേടായിട്ട് ഒരു ആള് നന്നാക്കാൻ. അതിപ്പോ ഒരു ടീം ഷോർട്ട് ഫിലിം ആയിട്ടുണ്ട്. അത് ഭയങ്കര ആളുകൾ കണ്ണി കരയിപ്പിക്കും. കുഴപ്പമെന്ന് പറഞ്ഞിട്ടുള്ള നാടകം. അങ്ങനത്തെ നാടകങ്ങൾ ഇഷ്ടം പോലെ അവതരിപ്പിക്കുന്നുണ്ട് അക്കാദമിയില്. എല്ലാവരും അവതരിപ്പിക്കും. ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ എഴുതിയിട്ടുള്ളതാ. VGS നായർ, അണ്ടിപ്പരിപ്പ് -D പരിപ്പ്, പിണ്ടിപ്പായസം -D പായസം. ചിരിക്കാൻ എന്ത്, അടി പിടിച്ചതല്ല, ചോറ് പതിഞ്ഞു കിടക്കുന്നതാ. ഒരു യഥാർത്ഥ തൃശ്ശൂർ ഗഡിയുടെ സാധാരണ സംസാര രീതി ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഇഷ്ടപ്പെടും. അടുത്തത് സതീശൻ, പ്രിയപ്പെട്ട അജു, കൊല്ലം തൂലിക അറിയാവുന്ന ട്രൂപ്പാണ്. അവരുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ താങ്കൾ ആ നാടകം ഉറപ്പായും കളിക്കണം, അവതരിപ്പിക്കണം. നിയമപരമായി വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പക്കൽ നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങി വേറെ നൂലാമാലകളൊന്നുമില്ലാതെ താങ്കൾ കൃത്യമായി ഉറപ്പുവരുത്തിയതിനു ശേഷം നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കണം. ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പ്രവാസി. അവരെ കയ്യിൽ നിന്ന് മാത്രം അനുമതി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആരെ കയ്യിലേക്കാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം. ഇപ്പൊ നമ്മളിപ്പോ സരിതൊരു പാട്ട് പാടാൻ നിൽക്കുക, ചിലപ്പോൾ അത് സർഗത്തിന് ഉണ്ടാവും, കോപ്പിറൈറ്റ് ഉണ്ടാവും, പിന്നെ സരിഗമിക്ക് ഉണ്ടാവും, തരങ്കിണിക്ക് ഉണ്ടാവാം. ചിലപ്പോൾ 3 പേർക്ക് 4 പേർക്കൊക്കെ ഒരുമിച്ച് അതിൻ്റെ അവകാശം ഉണ്ടാവും. മനസ്സിലായി? അതുപോലെ ഇതിനുണ്ടാവും ചിലപ്പോഴേ. അപ്പോൾ അതറിയണം നമുക്ക്. കഴിഞ്ഞ അപ്പോൾ ഇന്നത്തെ കമൻറ്റ് വായന നമ്മൾ അങ്ങനെ എനിക്കൊരു കഴിച്ചു കൂട്ടി. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊണ് മേശാര അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇട ദിവസം നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, വ്യാഴാഴ്ച അല്ലേ ഇപ്പൊ ഇടാൻ പോണേ. അത് കുഴപ്പമില്ല, 2 ആഴ്ച ഇട്ടില്ലല്ലോ. പിന്നെ നാളെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെറുതെ ഇരിക്കല്ലേ, ഏത് വെള്ളടിച്ചിട്ടിരിക്കും മുന്നില്. അപ്പൊ അങ്ങനെ മുടക്കുള്ള ദിവസമല്ലേ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ഈ ആഴ്ച ഞായറാഴ്ച കമന്റ് വായന ഉണ്ടാവില്ല. ഞാൻ അടുത്ത ഞായറാഴ്ച എന്നിട്ടല്ലോ.
അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.